LDFും UDFും കുറെ കാലമായിട്ട് BJP ഇവിടെ ജയിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് BJP ഇവിടെ കുറച്ച് MLA-മാരെയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയാകും. അത് മാത്രമല്ല, അത് BJPയുടെ ഒരു വളർച്ചയ്ക്ക് നിർണായക ഘടകമായി മാറും. തങ്ങളുടെ കുത്തക അവസാനിക്കും. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഈ രണ്ട് മുന്നണികൾക്കുണ്ട്, LDFിനുണ്ട്, UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പരമാവധി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി, BJPക്ക് ശക്തിയുള്ള മണ്ഡലങ്ങൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കുന്നത് ഇവിടെ ഒരു കലാപരിപാടി പോലെ നടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ മഞ്ചേശ്വരമൊക്കെ പറയുകയാണെങ്കിൽ 1987 മുതൽ തുടർച്ചയായിട്ട് ഒരു തവണ ഒഴിച്ച് തുടർച്ചയായിട്ട് രണ്ടാം സ്ഥാനത്ത് BJP വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് LDFിൻ്റെ വോട്ട് കൂടി ലഭിച്ചത് കൊണ്ടാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പരസ്യമായ ഒരു രഹസ്യമാണ്. ജില്ലാ പ്രസിഡന്റ്, ഈ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് വരെ അടുത്തിടെ അത് സമ്മതിച്ചിരുന്നു. എന്തായാലും അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. ഇത്തവണയും ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പരമാവധി സ്ഥലങ്ങളിലുണ്ടാവും. കാരണം BJPയെ തോൽപ്പിക്കുക, BJP നിയമസഭയിൽ എത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ അഡ്ജസ്റ്റ്മെന്റ് ഉടായ്പ രാഷ്ട്രീയമായിട്ട് UDFിനും LDFിനും മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിയമസഭയിൽ BJP വന്നു കഴിഞ്ഞാൽ ഒരു 3-4 പേര് വന്നാൽ മതി, ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മേയർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, അദ്ദേഹത്തിന് ലഭിക്കുന്ന വാർത്താ പ്രാധാന്യമെല്ലാം പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ വ്യാപകമായി തന്നെ LDFും UDFും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെ BJPയെ തോൽപ്പിക്കാൻ ശ്രമിക്കും. അതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും അതല്ലാതെ കാസർഗോഡാണെങ്കിലും ഒക്കെ അത് തന്നെയായിരിക്കും സാഹചര്യം. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട്, LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KR ജയാനന്ദ വരാൻ പോകുന്നു എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഷാനവാസ് പദൂർ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ്സുകാരൻ, കോൺഗ്രസ് വിട്ട് ഇടത് പാളയത്തിലേക്ക് വന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ജനകീയനായ അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗമൊക്കെയാണ്. അപ്പോൾ ഷാനവാസ് പദൂർ മത്സരിക്കും എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അപ്പം അത് ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് KR ജയാനന്ദയെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ CPM തീരുമാനമെടുത്തിരിക്കുന്നത്. KR ജയാനന്ദ എന്ന് പറഞ്ഞാൽ ഒരു തുളു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നേതാവാണ്. ഇപ്പോൾ തുളു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഏതാണ്ട് പൂർണ്ണമായും BJPക്കാണ് ലഭിക്കുന്നത് എന്നുള്ളതൊരു സാഹചര്യമാണ്, മഞ്ചേശ്വരത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഒരു തുളു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട തുളു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും മുസ്ലിം വോട്ട് കിട്ടാൻ പോകുന്നില്ല CPM എന്നുള്ളതൊരു വസ്തുതയാണ്. നേരെ മറിച്ച് ഷാനവാസ് പദൂർ വരികയാണെങ്കിൽ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ CPMന്റെ വോട്ടും SDPയുടെ വോട്ടും അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ AKM അഷ്റഫിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് മഞ്ചേശ്വരത്തിനെ മാറ്റാൻ LDFിന് സാധിക്കാതെ. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ വിലയിരുത്തൽ, അതാണ് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം BJPക്ക് അത് സഹായകമാകും. K സുരേന്ദ്രൻ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ഏകീകരണത്തെ ഇല്ലാതാക്കും. അതായത് ഷാനവാസ് പദൂർ വരികയാണെങ്കിൽ കുറേ മുസ്ലിം വോട്ട് UDFിലേക്ക് പോകേണ്ടത് LDFിലേക്ക് വരും. അതായത് തങ്ങൾ ജയിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനോ അവർക്ക് താല്പര്യമില്ല. BJPയെ തോൽപ്പിക്കുക, K സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ള മാത്രമാണ് അവരുടെ അജണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഷാനവാസ് പദൂറിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിനെതിരെ DYFI ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണം എന്നുള്ള അഭിപ്രായം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും, ഇനിയിപ്പോൾ നാളെ ഷാനവാസ് പദൂർ അവിടെ മത്സരിച്ചാലും ഈ ഒരു സാഹചര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇവർ പരസ്പര സഹായ മുന്നണിയാണ്, അതിലൊരു സംശയം വേണ്ട. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നേമത്ത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ശിവൻകുട്ടി ജയിച്ചതെന്നുള്ളത്. ശിവൻകുട്ടി ഇപ്പോൾ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ശിവൻകുട്ടി SDPI ഉൾപ്പെടെയുള്ള മതമൗലികവാദികളുടെ പിന്തുണയും അതുകൂടാതെ തന്നെ UDFിലെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാരുടെ വോട്ടൊക്കെ നേടിയാണ് ശിവൻകുട്ടി ജയിച്ചത്. ടാക്ടിക്കലായിട്ടുള്ള ഒരു വിക്ടറി മാത്രമാണ് ശിവൻകുട്ടി കഴിഞ്ഞ തവണ നേമത്ത് സ്വന്തമാക്കിയത്. അത് തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലാണെങ്കിലും മഞ്ചേശ്വരം മണ്ഡലത്തിലാണെങ്കിലും BJP എവിടെ ജയിക്കുമെന്നുള്ളൊരു സാഹചര്യമുണ്ടോ അവിടെ ഈ പറയുന്ന LDFും UDFും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യാർത്ഥം വോട്ടുകൾ മറിച്ചു നൽകും എന്നുള്ളതൊരു വസ്തുതയാണ്, ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഒരു റിലീജിയസ് ടോണും കൂടിയുണ്ട്. കാരണം മുസ്ലിം മതസ്ഥർ പ്രത്യേകിച്ച് BJP ജയിക്കുകയാണെങ്കിൽ അവർ ടാക്ടിക്കലായിട്ട് വോട്ട് ചെയ്യും. ഏത് സ്ഥാനാർത്ഥിക്കാണോ സാധ്യതയുള്ളത്, അതായത് BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, അതിപ്പോൾ LDF ആയാലും UDF ആയാലും ആ രീതിയിലുള്ള വോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. പൊതുവെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ അത് ഉണ്ടാവാറുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ LDF
UDF അവിശുദ്ധ ബാന്ധവം അത് ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അതിപ്പോൾ BJP വിചാരിച്ചിരിക്കുന്ന പോലെ ഇത്തവണ ഭയങ്കര പോരാട്ടം നടക്കാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് ഉണ്ടാവില്ല, അതൊക്കെ വെറും തെറ്റായ ധാരണ തന്നെയാണ്. BJPയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും അത് അറിയാം. പക്ഷെ എന്നാലും ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത്തവണ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇത്തവണ എല്ലാം വളരെ സുഗമമായിരിക്കും, BJPക്ക് പരമാവധി സീറ്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതി. സാധ്യതയുണ്ട്, പക്ഷേ BJPക്ക് ജയിക്കണമെങ്കിൽ ഉത്തരേന്ത്യ മാതൃകയിൽ പരമാവധി വോട്ടുകൾ പിടിക്കുക എന്നുള്ളതാണ്. മാക്സിമം വോട്ട് പിടിച്ച് ജയിച്ച് കയറുക എന്നുള്ള മാത്രമേ ഉള്ളൂ BJPക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളതാണ് ഒരു വസ്തുത.